ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ മുടിയൊക്കെ കഴിച്ചിട്ട് വന്ന് നിൽക്കുന്നത് രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ വന്ന് നിന്നു. ചായ കുടിച്ചു, ഫുഡ് കഴിച്ചിട്ടില്ല. ചായ കുടിച്ചു, ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിക്കുക മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണ്ണയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. സ്കൂളിൽ പൂട്ടിയതിന് ശേഷം ഒരു തവണയാണ് ഞാൻ എണ്ണ വെച്ചിട്ടുള്ളത്. അത് എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയി തോന്നിയിട്ട് തേച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലോണം തലയിൽ എണ്ണ ഇട്ട് കുതിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. ആകെ 2-4 മുടിയുള്ളൂ, അതൊക്കെ കൊഴിഞ്ഞു പോകും. സോ നമുക്ക് മുടീനെ വളർത്തണമെങ്കിൽ തേക്കണം. പിന്നെ ഞാൻ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു വിസ്മയുടെ ഡേ ഇൻ മൈ ലൈഫിൽ കുറേ വർത്താനം പറയുകയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വർത്താനം പറയൽ ഞാൻ കുറച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് എണ്ണ തേക്കാം. അമ്മയാണ് തേച്ച് തരാമെന്ന് പറഞ്ഞത്. നോക്കാം. അപ്പോൾ നമ്മൾ എണ്ണ തേക്കാൻ പോവാണ് ഗൈസ്. ഇത് എന്ത് എണ്ണയാന്നുള്ള പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ യൂഷ്വലി ഈ എണ്ണയാണ് തേക്കാറുള്ളത്. പേര് ഞാൻ മറന്നു ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാം, ഞാൻ പോയി ചോദിച്ചിട്ട് പറയാം. അപ്പം ഞാനത് ആദ്യം പരട്ടുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാവും. അത് കഴിഞ്ഞ് പിന്നെ പരട്ടി നമ്മൾ ആ ഒരു എണ്ണയുടെ ട്രാക്കിലേക്ക് വരുമ്പോൾ പിന്നെ സെറ്റാവും ഫുൾ പരട്ടും. അപ്പോൾ ആദ്യം ഞാൻ ഫുൾ സ്കാൽപ്പിലാണ് തേക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ കുമ്പിട്ടിട്ട് ഫുൾ മുടിയുമ്പോൾ തേക്കും. കാരണം അമ്മയുടെ സന്തോഷം എന്ന് വെച്ചാൽ മുടിയുമ്പോൾ ഇങ്ങനെ എണ്ണ ഒലിക്കണം, അതാണ് അമ്മയുടെ സന്തോഷം. പക്ഷേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷാമ്പു ഇട്ടപ്പോൾ കുറച്ച് ആ ഒരു എണ്ണ ഒലിക്കലും അങ്ങോട്ട് വന്നില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഋതു സൈഡിൽ നിന്നിട്ട് കുറേ ആക്ഷൻസ് ഒക്കെ കാണിക്കണം. ക്യാമറ ഓൺ ആയതുകൊണ്ടുള്ളൊരു ത്വരയാണ് ഗൈസ് അവൾക്ക്. ഇപ്പോൾ ഗൈസ് നമ്മൾ നല്ല രീതിക്ക് എണ്ണ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ ഋതു ഉണ്ടായിരുന്നു തന്നെ വീഡിയോയിൽ വരാൻ വളരെയധികം ആഗ്രഹമായിരുന്നു. സോ ഒന്ന് പൊന്തി ഇവിടെ ഇട്ടിരുന്ന് എനിക്കൊരു വീഡിയോ എടുക്കാണ്ട് കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആണ്, നമുക്ക് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ തേക്കൽ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതിൻ്റെ അമ്മയുടെ ടോപ്പാണ് കേട്ടോ. എനിക്കത് ടീഷർട്ടാണ്. സോ ഞാനത് ടീഷർട്ട് പോലെ ഇട്ട് എടുക്കണം. ഓക്കെ, നമുക്കിനി പോകാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എണ്ണയൊക്കെ തേച്ചതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. പുട്ടും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചില സമയത്ത് ഒരു മൂഡില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പുട്ടും കടലേനെക്കാട്ടിയും ഇഷ്ടം പുട്ടും ചിക്കൻ കറിയുമാണ്. ഹലോ ഫ്രണ്ട്സ്, സോ അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഷാമ്പൂ ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഓവറായിട്ടൊന്നും കളഞ്ഞിട്ടില്ല. എണ്ണ തലയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഋതുവിനൊരു മേക്ക് ഓവർ ഗൈസ്. അവളെ പാവാടിയാണ് കേട്ടോ എടുക്കണം. അപ്പോൾ ഋതുവിന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. കുറേ ആയി ഋതുവിൻ്റെ മുഖത്ത് താജ്മഹൽ പണിതിട്ടപ്പം പണിയാന്ന് വിചാരിച്ചെന്ന്. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോങ് വീഡിയോ ആയിട്ട് ഇട്ടാൽ ലൈക്ക് എല്ലാവരും കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ 2 പാർട്ടാക്കിയിട്ടിടും, അല്ലെങ്കിൽ 1 പാർട്ടാക്കിയിട്ടിടും. സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രൈപ്പോഡൊക്കെ സെറ്റാണ്. പിന്നെ ഫുൾ മേക്കപ്പ് സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് ഋതുവിന് സെറ്റാക്കി കൊടുക്കാം. അവിടെ കുറച്ച് അലങ്കോലമായിട്ട് എടുക്കുന്നുണ്ട്. അത് നീലുവിൻ്റെ ജെർസിനും കളിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അത് ഋതുവിൻ്റെ പാവാടയാണ്, അല്ലാതെ വേറെ വൃത്തികേടായിട്ടൊന്നും എടുക്കുന്നില്ല. കണ്ടോ, അത് ഇനിയിപ്പം മടക്കി വെക്കാനുള്ളതാണ്. ഞാൻ റാക്കിൻ്റെ മേലെ നിന്ന് എടുത്തതായിരുന്നു. ഋതു വന്നേ ഇങ്ങോട്ട്. അപ്പോൾ ഹെയർ ബാൻഡൊക്കെ വെച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അവളെ മുടി സ്റ്റെപ്പ് വെട്ടിക്കൊണ്ട് ഫുൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. മുടി ഷാമ്പൂ ഇട്ടുണ്ടായിരുന്നു അന്ന്. ഞാൻ മുടി ഫുൾ ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുത്തു. ഇവിടെ സ്ട്രെയിറ്റ് ഹെയർ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ഋതുവിനൊക്കെ ആയിട്ട് ഫുൾ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതായിരുന്നില്ല, ഇത് വേർത്ത് ഒലിച്ചു അവൾ. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അവളുടെ ഡ്രസ്സ്. എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട താഴത്തെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗ്രേപ്പ് വൈൻ പോലത്തെ. അപ്പോൾ ഇത് സ്ലോ മോഷനാക്കി ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അവൾക്ക്. പിന്നെന്തോ ഓടി വരുന്നു, ചാടി വരുന്നു, എല്ലാതും ഉണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല കടുമാങ്ങ അച്ചാറും ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. ഇത് കടുമാങ്ങ അച്ചാറിൻ്റെ മാങ്ങയുടെ പീസുണ്ട്. പിന്നെ അതിന് ആ ഒരു മിളകിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ, അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചൊരു ഡ്രൈ ടൈപ്പായിരുന്നു. അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല. പിന്നെ ആസ് ഓൾവേസ് നമ്മൾ പപ്പട ടിന്നോടൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. ആ ഒരു ചാറ് ഭയങ്കര എരിവായിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഈ കടുമാങ്ങ എനിക്ക് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല രസമാണ്, കഴിച്ചവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും കഴിച്ച സാധനം തന്നെയാണ്, ഭയങ്കര റയറായിട്ട് കിട്ടുന്നൊന്നല്ല. ഇപ്പോൾ മാംഗോ സീസൺ കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് മാങ്ങകൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ
ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ കടുമാങ്ങ അച്ചാറായിട്ട് ഇട്ടിട്ട് കൊടുന്ന് തന്നതായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ വീട്ടിൽ കുറേ മാങ്ങ ഉണ്ട്, അപ്പോൾ അങ്ങനെ തന്നതായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രകൃതി ഒന്ന് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗൈസ്, വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മുടെ പാപ്പൻ്റെ വീടൊക്കെ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കിണറൊക്കെ കുത്തിക്കഴിഞ്ഞു. കിണർ പണി സംഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി എന്തോ വാർപ്പോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാ കണ്ട, ഉള്ളിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പരിപാടികൾ. ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട്. മറ്റേ JCB ഒക്കെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മരം മൊത്തത്തിൽ മരത്തിൻ്റെ വേരോടക്കനെ ഇങ്ങനെ എടുത്ത് കളയണം. ഇപ്പം മരമൊക്കെ മുറിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ആ വേരോടക്കൻ എടുത്ത് കളയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ വല്ല റുട്ടീൻ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച ക്ലിപ്പായിരുന്നു ഇത്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാൻ വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ അധികമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിവിടെ കുറേ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇത് മാമൻ്റെ കൂടെ കൊടുന്നതാണ് കേട്ടോ. മാമൻ്റെ വീട് എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ മരത്തോണ്ടുള്ള തൂണ് അങ്ങനെയൊക്കെ സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മരക്കഷ്ണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാക്കി വന്ന മരക്കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് കൊടുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ചാക്കിലാക്കി കൊണ്ടുപോയി മേലേക്ക് കൊണ്ടുവയ്ക്കായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് ഇറങ്ങി കളത്തിലേക്ക്. അതുവരെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വിളക്കൊക്കെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. തൂണൊന്നും ശ്രദ്ധിക്കേണ്ട ഗൈസ്, അത് പണ്ട് ഞങ്ങൾ കരിയാക്കിയിട്ടുണ്ടായിരുന്നതാണ് വിളക്ക് വെക്കുന്ന സമയത്ത്. തലമുടിയൊക്കെ നല്ല വൃത്തിയിൽ കെട്ടി വെച്ചതായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ചാരി ഇരുന്നപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചെരിഞ്ഞ് വീണു. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് ഭസ്മൊക്കെ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛമ്മ ഞങ്ങൾക്ക് കാപ്പി കൊടുന്നു ഗൈസ്. ഇടയ്ക്ക് അച്ഛമ്മയുടെ അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുക. അപ്പോൾ ഇപ്രാവശ്യം അച്ഛമ്മ നെസ്കഫേയുടെ കോഫിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ സൈഡിൽ കഴുകാണ്ടൊന്നല്ല കേട്ടോ, അതൊരു തരം കറ വന്നിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ കാപ്പി കൊടുക്കുന്നവരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പി. ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ കാപ്പി കിട്ടാത്ത അത്രയും അവസ്ഥയിലാണെങ്കിൽ മാത്രം ഞാൻ ചായ കുടിക്കും. അപ്പോൾ ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു, അച്ഛമ്മ പറഞ്ഞ് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചാണ്. ഋതു ഇവിടെ പൂരവും അതുപോലെ കട്ടൻ ചായയും കൂടെ കഴിക്കുന്നുണ്ട്. അതിങ്ങനെ കുതിർത്തി കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അത് മൂപ്പരാൾ അതായത് ഇവർ കഷ്ടപ്പെടുന്നൊക്കെ കണ്ടിട്ട് മൂപ്പരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയ്ക്ക് ആയിട്ട് വന്നപ്പോൾ നീലു ഞെർസ് ഭയങ്കര കഠിനാധ്വാനത്തിലാണ് അവിടെ. പക്ഷേ ഞാനും കൂടെ കൂടിയപ്പോൾ വേഗം പണി കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് വന്നു മീൻസ് അകത്തേക്ക് കയറി ആ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ച് ഫുൾ സെറ്റാക്കി. അപ്പം നീലു ഇതേ കാപ്പി കുഴിച്ച് കുടിക്കുന്നു. ആദ്യം അവൾ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടോ, അയ്യോ ഇടി കയ്പ്പാണ് ചൂടാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞായിരുന്നു. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇവരിവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. അത് നല്ല രസമായിരുന്നു കേട്ടോ, കുറേ ചിരിച്ചു. ഇവരിങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ ലിപ്സിങ്ക് എന്താണോ പറയണത് അതനുസരിച്ചിട്ട് പാട്ട് കേട്ട ആൾ പറയാം, ആ ഒരു രീതിയിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതും വെറുതെ വീഡിയോ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതായിരുന്നു. അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി പ്രോപ്പറായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.